the mighty Arunachal Pradesh. ഗായ്സ് വെൽക്കം ബാക്ക്. സുപ്രഭാതം എല്ലാവർക്കും. ഞാൻ ഇപ്പോൾ എവിടെയാണെന്നറിയോ? ദ മൈറ്റി അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് ദിറാങ്കിലാണ് കേട്ടോ. ഇതൊരു മൊണാസ്ട്രിയാണ്. എന്നത് താമസിച്ച ഇവിടെയാണ്. ഇതൊരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ്. സോ ഒന്ന് രാത്രി എത്തിയപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റി ചോദിച്ചു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. നല്ല ആൾക്കാരാണ്. ചോദിക്കേണ്ട താമസം അവർ എല്ലാത്തിനും ഓക്കെ. അത് ഒട്ടുക്കത്തെ തണുപ്പായിരുന്നു. -2 -3 അടിച്ചൊന്നുമല്ലേ പുലർച്ചെ. 5 ഡ്രസ്സ് ഇട്ടേക്കുന്നത്. ഒരു ജാക്കറ്റ്, അകത്തൊരു ജാക്കറ്റ്, അകത്തെ 2 ബനിയൻ, പിന്നെ ഒരു ഇന്നറും. ഒരു രക്ഷയിൽ അടിപൊളി വൈബ് കിട്ടാം. ഈ ഒരു ഭാഗത്ത് ചുറ്റും മലയാ, ചുറ്റും മല, താഴെ ഒരു അരുവി, സൺസെറ്റ്. സമയം 6 മണിയായിട്ടുള്ളൂ, നേരം വെളുത്തു. ഈ അരുണാചൽ പ്രദേശിലെ ഏറ്റവും ഫസ്റ്റ് സൂര്യൻ ഉദിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നത് ഈ ഇന്ത്യയിൽ തന്നെ 4 മണി 4:15 ആകുമ്പോഴേക്കും മൊത്തം ഇരുട്ടായി ഈ ഒരു ഭാഗത്ത്. Wow. ഈ മൊണാസ്ട്രീൻ്റെ അകത്തുള്ള കാഴ്ച കാണിച്ചു കേട്ടോ. പുറത്തുള്ളതിന് അതേപോലെ തന്നെ അകത്തുള്ള കാഴ്ച അടിപൊളി വൈബാ. കാണിച്ചു തരാം. Feeling weak and defeated, it's all that you needed though, to find a new home to find. BC 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സ്ഥാപിതമായ ബുദ്ധമതം. സിദ്ധാർത്ഥ ഗൗതമന്റെ ബുദ്ധൻ ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളിലും ഒരു പ്രധാന മതമാണ്. ബുദ്ധമതം അഹിംസയുടെ അഹിംസ പാത കാണിച്ചുതന്ന ദൈവിക ആത്മീയജീവിയായി കണക്കാക്കപ്പെടുന്ന ബുദ്ധന്റെ പഠിപ്പിക്കലുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ബുദ്ധമതം ഇന്ത്യയിൽ ആരംഭിച്ചത് ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പാണ്. ബുദ്ധമതക്കാരെല്ലാം സൃഷ്ടിച്ച ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. പകരം അവർ പ്രബുദ്ധത കൈവരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആന്തരിക സമാധാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും അവസ്ഥ. ഈ കാണുന്നല്ല ഇവിടെ ബുദ്ധിസം പഠിക്കാൻ വരുന്ന പിള്ളേരാട്ടോ. ഇവിടെ ടീച്ചിങ് സെന്ററാണ്. സ്പിരിച്വൽ ബുദ്ധിസം ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥലമാണ്. സോ നല്ല ഒരു വൈബാ കേട്ടോ. ഇതിൻ്റെ ഒപ്പം കളിക്കാനും ഇവർ കാണാൻ തന്നെ ആ ചോപ്പ് ആ മോങ്കിൻ്റെ രസമെല്ലാം ഇട്ട് ചെറിയ പിള്ളേർ ആപ്പിൾ പോലെ ഉണ്ട് കാണാൻ. നമ്മളീ കാണുന്ന ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ കാണുന്ന ഫ്ലാഗ് ഇല്ല, ടിബറ്റൻ ബുദ്ധിസ്റ്റ് ഫ്ലാഗ്, അതിനെല്ലാം ഓരോ അർത്ഥങ്ങളുണ്ട് കേട്ടോ. അതായത് എയർ, സ്പേസ്, ഫയർ, പിന്നെ വാട്ടർ, എർത്ത്, അങ്ങനെയുള്ള അർത്ഥങ്ങൾ ഓരോള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു കളറാണ് കേട്ടോ. നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്. സമയം ഇപ്പോൾ 9 മണിയാവാനായി, പക്ഷെ ഇപ്പോഴും നല്ല രീതിയിലുള്ള തണുപ്പാണ്. ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങാണ്. ഈ ഇപ്പോൾ ഡിസംബർ 12 തോന്നുന്നു. സോ ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങാണ്. ഈ ജനുവരി ലാസ്റ്റ്, ഫെബ്രുവരി 1 ഒക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഇവിടുത്തെ ചെറിയ ചെറിയ പിള്ളേർക്കടക്കം ഹിന്ദി ആയിട്ടാ. ഹിന്ദി തന്നെ ഇവിടെ ആൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാം കേട്ടോ. ഇനി നമുക്ക് തവാങ്ങിലോട്ട് പോകണം. സോ
ഇഷ്ടം പോലെ സഞ്ചാരികൾ വരുന്ന സ്ഥലം കേട്ടോ ഈ ന്യൂ മൊണാസ്ട്രി ദിറാങ്ക്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ആ വൈബ് കണ്ടോ, 4 ഭാഗവും ചുറ്റും മലയാണ്. ഇവിടെ നിന്നൊരു 110-120 കിലോമീറ്റർ പോകാണ്ട് നമ്മുടെ തവാങ്ങിലോട്ട്. അല്ല, ലിഫ്റ്റ് കേൾക്കണം. എന്തായാലും നല്ല ആൾക്കാർ ഏറെ നിർത്തി കിട്ടും, ലിഫ്റ്റ് വണ്ടി കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ അങ്ങോട്ട് ഡിഫറെൻറ്റാണ്. ഐസ്, സ്നോഫാള്, ആ രീതിയിലുള്ള തണുപ്പിൻ്റെ എക്സ്ട്രീമിലോട്ട് നമ്മൾ പോകാൻ നിൽക്കുന്നത്. നല്ല അരുവികൾ എല്ലാം കാണാം. എക്സൈറ്റിംഗ് ലെവൽ. നാല് ഡ്രസ്സായിട്ട് 2 ജാക്കറ്റ്, 2 ഫുൾ സ്ലീവ് ബനിയൻ, ഒരു ഇന്നറും. തവാങ്ങിലോട്ട് പോകാൻ ഗവൺമെൻറ് ബസ്സസ് ഓർ പ്രൈവറ്റ് ബസ്സസ് ഒന്നും തന്നെ ഇല്ല. ആകെയുള്ള ആശ്രയം ഷെയർ ടാക്സി. അത് തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോവും. സോ ഒന്നും നോക്കിയില്ല, കയ്യങ്ങ് നീട്ടി ഇനിയുള്ള യാത്ര ഹിച്ച് ഹൈക്കിങ്. തുടക്കം തന്നെ കിട്ടി ഒരു നേപ്പാൾ ലോറിക്കാരനെ. ഓരോന്നും ഇന്ത്യയും പറഞ്ഞും യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ചെറിയൊരു എക്സ്പീരിയൻസ് വേണ്ടിയിട്ടാ, ഈ ഒരു ലൈഫ് എങ്ങനെയാണ് ഒരു തരണം ചെയ്യാൻ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ പോകുന്ന സമയത്ത് കുറേ ഉപകാരങ്ങളുണ്ട്. അതായത് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. ടാക്സി എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഗുവാഹത്തി ടാക്സി ഉണ്ട്, ടെസ്മൂറും ടാക്സി ഉണ്ട്. പക്ഷെ അത് ഡയറക്റ്റ് പോകും അങ്ങോട്ട്. സോ ഇടയിലുള്ള വഴികളൊന്നും കാണാൻ പറ്റില്ല, റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. അതിനേക്കാൾ കുറച്ച് കഷ്ടപ്പെട്ടാലും ഇങ്ങനെ ലിഫ്റ്റ് ഇട്ട് പോകുന്ന സമയത്ത് പാകുതി നിന്ന് പോവാം. അപ്പോൾ കുറേ നല്ല നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും, പുതിയ ഗ്രാമങ്ങൾ കാണാൻ പറ്റും, പുതിയ പോകുന്ന വഴി എല്ലാ കാഴ്ചയും കണ്ടു പോകാൻ പറ്റും. പോകുന്ന വഴി കാണുന്ന കാഴ്ച ഓരോന്നും അതിമനോഹരം. ഇടയ്ക്കിടെ കാണുന്ന മഞ്ഞുമലകൾ കാഴ്ചയെ കുളിർമയേകുന്നു. 13,000 അടി ഉയരത്തിൽ കാണുന്ന പർവ്വതനിരകൾ പൊടിപടലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്ന നമ്മുടെ ടിബറ്റൻ ഫ്ലാഗുകൾ റോഡിന്റെ ഭംഗിയെ ഒന്നുകൂടെ സുന്ദരമാക്കുന്നു. കുത്തനെ കയറ്റവും കുത്തനെ ഇറക്കമുള്ള പേന കൊണ്ട് വരച്ച പോലെയുള്ള റോഡുകൾ. ആകെ മൊത്തത്തിൽ തവാങ് യു മൈറ്റി. ഉള്ളത് 14,000 ഫീറ്റ് അതിന് മേലെയാണ്. സോ പെട്ടെന്ന് ഈ ഹൈ ആറ്റിറ്റ്യൂഡിൽ ഇഷ്യൂസ് വരാം. ഈ ബ്രീത്ത് വരാതിരിക്കുക, ശ്വാസം കിട്ടാതെ വരാം. സോ നല്ലോണം വെള്ളം കുടിക്കുക, നല്ല സ്നാക്സിലെ സ്നിക്കേഴ്സ് ഒക്കെ കഴിക്കാൻ നോക്കുക, പിന്നെ ടാബ്ലറ്റ് എടുക്കുക. ഈ ഹൈ ആറ്റിറ്റ്യൂഡ് വരുന്ന സമയത്ത് കുറച്ച് ടാബ്ലറ്റ് ഉണ്ട്, അത് മേടിച്ചാൽ മതി. നീണ്ട യാത്രയായിരുന്നു, ഒരു മാക്സിമം 3 മണിക്കൂർ. നമ്മുടെ അണ്ണൻ്റെ ഒപ്പം ആയിരുന്നു, ഭയങ്കര കമ്മിയായിരുന്നു കേട്ടോ. താങ്ക് യു പൈസ, ധന്യവാദ്. ഇനി ഇവിടുത്തെ 30 കിലോമീറ്റർ പോയുണ്ട് നമ്മുടെ മെയിൻ ടൗൺ തവാങ്ങിലോട്ട്. സോ അടുത്ത വണ്ടി. വെൽക്കം ടു തവാങ്. നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി. ആ സിനിമ കണ്ടപ്പോഴുള്ള ആഗ്രഹം. റൂം എടുക്കാൻ വേണ്ടി തവാങ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഗവൺമെൻറ് ലോഡ്ജ് ഉണ്ട്, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ കേട്ടോ. ഇവിടെ ആവറേജ് റേറ്റിൽ നല്ല റൂം കിട്ടും. ആവറേജ് ഇല്ല, ബിലോ ആവറേജ് റേറ്റിൽ. ഈ കാണുന്ന കേട്ടോ റൂം 400 രൂപ. തവാങ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡബിൾ ബെഡ്റൂമാണ് 400 രൂപ. ഒറ്റക്കാരനും എടുത്താൽ ആരെങ്കിലും ബാത്റൂം കാണിച്ചു കേട്ടോ. ബാത്റൂം ഒടുക്കത്തെ വൃത്തിയാ. ഹലോ, ഹീറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ റൂമിൽ ഫാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്ക് ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല.
ഫുൾ ടൈം തണുപ്പല്ലേ. എന്തായാലും 400 രൂപയ്ക്ക് വർത്ത് തന്നെയാണ് ഗായ്സ്. അപ്പോൾ ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ. ഞങ്ങളിന്ന് റൂം എടുത്തു, തവാങ്ങിലെത്തി. 400 രൂപയുള്ള റൂം, തവാങ്ങിൻ്റെ ഗവൺമെൻറ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റൂമാണ്. സോ നല്ല തണുപ്പാണ് അവിടെ. സമയം 4 മണിയായി. ഇപ്പം തന്നെ 3 ഡിഗ്രി തണുപ്പ്. നാളെ പുലർച്ചയ്ക്ക് -ഒക്കെ എത്തും. കുളിക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് ഒന്ന് ഹാൻഡ് വാഷ് ചെയ്താൽ കൈ തരിച്ചു പോയി. അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നാളെ തവാങ് ടൗണും അതുപോലെ മൊണാസ്ട്രി, പിന്നെന്താ സ്റ്റാച്ചു ഉണ്ട്, സ്തൂപ ബുദ്ധൻ്റെ, അതെല്ലാം കാണാൻ പോകുന്നതായിരിക്കും. അപ്പോൾ ബൈ.